ലയണൽ മെസ്സിയുടെ കരിയറിൽ ആദ്യമായി താൻ കളിച്ച ടീമിനെതിരെ ഇറങ്ങുകയാണ്. വലിയൊരു ചരിത്രം പിറക്കുന്നു. മറ്റാരും കണ്ടുപിടിക്കാത്ത, ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത വലിയൊരു ചരിത്രം. കാരണം 2003 ലയണൽ മെസ്സിയുടെ കരിയർ അങ്ങ് ബാഴ്സലോണയിൽ തുടങ്ങുമ്പോൾ ജനനം മുതൽ മരണം വരെയും ഒരു പക്ഷേ തൻ്റെ ഫുട്ബോൾ കരിയർ ബാഴ്സലോണയിൽ തന്നെ അവസാനിക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. ഒരു പക്ഷേ അതിന് വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതോടൊപ്പം തന്നെ 2021 അത്രയും വർഷത്തെ ഒരു ടീമിന് വേണ്ടി ഇത്രയും ഐതിഹാസികമായ കിരീടങ്ങളും ബാലൻഡോറുകളും ഇൻഡിവിജ്വൽ അവാർഡുകളും എല്ലാം നേടിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് പ്ലെയറായി ബാഴ്സലോണയിൽ നിന്നും കണ്ണീരോടെ വിട പറയേണ്ടി വന്ന ഒരു വലിയ താരം തന്നെയാണ് ലയണൽ മെസ്സി. 2021 ബാഴ്സലോണയിൽ നിന്ന് കണ്ണീരോടെ കളമിടുമ്പോൾ അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് പാരീസ് സെന്റ് ജർമ്മനിലേക്കായിരുന്നു. അതും ലോകം കണ്ട ഏറ്റവും മികച്ച 3 പ്ലെയേഴ്സിനെ തന്നെ അണിനിരത്തിക്കൊണ്ട് 2 വർഷം PSG ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി പടപൊരുതുമ്പോഴും കപ്പ് നേടാൻ സാധിച്ചില്ല എന്നുള്ളതൊരു വലിയ വിഷമമായി മാറി നിൽക്കുകയായിരുന്നു. നെയ്മറും എംബാപ്പയും ഉൾപ്പെടുന്ന ലോക 11 ടീമുകളെ അട്ടിമറിക്കാൻ സാധിച്ചിരുന്നില്ല. 2 വർഷത്തെ കരാറിന് ശേഷം ലയണൽ മെസ്സി അങ്ങനെ ഇന്റർ മിയാമിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം തൻ്റെ പഴയ സുഹൃത്തുക്കളായ സുവാരസും അതോടൊപ്പം മറ്റു പ്ലേയേഴ്സ് ജോഡി ആൽബ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെല്ലാം വിളിച്ച് ഇന്റർ മിയാമിയിൽ വളരെ കംഫർട്ടബിളായി അവിടെ കളിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളെ. എന്നാൽ ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് വരുന്നതോടൊപ്പം തന്നെ ഒരുപാട് ചെറുകിട ടീമുകൾക്കും വൻകിട ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 32 ടീമിൻ്റെ ഒരു സംയോജിച്ച ക്ലബ് വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് നടക്കുകയാണ്. ഒരുപാട് അട്ടിമറികളും പുതിയ ടീമുകളെയും നമ്മളെല്ലാം കണ്ടു. ഓക്ലാൻഡ് സിറ്റി എന്ന ഒരു പുതിയ ടീം വലിയൊരു ചരിത്രം സൃഷ്ടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അട്ടിമറികൾ കണ്ടിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർ മിയാമി മത്സരം ജയിച്ച ഒരു മൊമെന്റ്, ലയണൽ മെസ്സിയുടെ മഴവില്ല് വളച്ച ഒരു ഫ്രീ കിക്ക്, ഒരുപാട് റീലുകളും സ്റ്റാറ്റസുകളും കറങ്ങി നടന്ന ആ മത്സരം മെസ്സി ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ശേഷം PSG പറ്റി പറയുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഈ ത്രിമൂർത്തികളെല്ലാം പോയതിനു ശേഷം, ഒരുപക്ഷെ നെയ്മറും എംബാപ്പയും മെസ്സി എല്ലാം പോയതിനു ശേഷം PSG കപ്പടിക്കായിരുന്നു. അതും വലിയൊരു ടോക്കായിരുന്നു ഇൻഡസ്ട്രിയിൽ. കാരണം പ്രമുഖ വ്യക്തികളൊന്നുമില്ലാതെ തന്നെ PSG ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടുകയായിരുന്നു. അവരുടെ വലിയൊരു ലക്ഷ്യം നിറവേറുകയായിരുന്നു. വലിയൊരു കാത്തിരിപ്പിൻ്റെ ഫലമായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ PSG ക്ലബ് വേൾഡ് കപ്പിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചരിത്രപരമായ ഏറ്റുമുട്ടലിലേക്ക് ഒരുങ്ങുമ്പോൾ, കഴിഞ്ഞ മത്സരം തോറ്റാണ് PSG നിൽക്കുന്നത്. കഴിഞ്ഞ മത്സരം ജയിച്ച് ഇന്റർ മിയാമി വരുമ്പോൾ ഈ മത്സരം കടികട്ടിയാവുന്നതിനൊപ്പം തന്നെ ലയണൽ മെസ്സി തൻ്റെ കരിയറിൽ ആദ്യമായി കളിച്ച ടീമിനെതിരെ കളിക്കുന്ന വലിയൊരു ചരിത്രം. കാരണം PSG 2 വർഷം കളിക്കുമ്പോൾ ബാഴ്സലോണയുമായി ഒരു മത്സരം പോലും അദ്ദേഹത്തിന് കളിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ കളിച്ച പ്രീവിയസ് ടീമിനെതിരെ എങ്ങനെയായിരിക്കും അദ്ദേഹം ഫേസ് ചെയ്യുക എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഇന്റർ മിയാമി വേഴ്സസ് PSG എന്നുള്ളത്. ഒരുപക്ഷെ ക്ലബ് വേൾഡ് കപ്പ് മത്സരങ്ങളൊന്നും തന്നെ ടീമുകൾ തങ്ങളുടെ പ്രോപ്പർ 11 ഇറക്കുന്നില്ല എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ടീമുകളുടെ ഇഷ്ടമാണ്. കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ച PSG എന്തുകൊണ്ട് ക്ലബ് വേൾഡ് കപ്പിൽ കാലിടറി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ അതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ലയണൽ മെസ്സി എന്ന ഐതിഹാസിക പ്ലെയർ തൻ്റെ മുൻ ക്ലബ്ബുമായിട്ട് എങ്ങനെ കളിക്കാൻ പോകുന്നു എന്ന് തന്നെ കാത്തിരിക്കാം. ഏത് ടീം ജയിക്കുമെന്നുള്ളതും നമുക്ക് നോക്കിയിരിക്കാം. എന്തായാലും ഒരു അടിപൊളി മത്സരമായിരിക്കും മെസ്സി ആരാധകർക്കും അതോടൊപ്പം തന്നെ ഫുട്ബോൾ ആരാധകർക്കും ഇന്നേ ദിവസം കാത്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ഫോർ ബോത്ത് ദി ടീംസ്.